പ്രിയമുള്ളവരെ, നമസ്കാരം. 29,000 വോട്ടുണ്ട് മുസ്ലിം മതവിഭാഗത്തിന് നിയമമണ്ഡലത്തിൽ. ഇത് കൃത്യമായിട്ടുള്ള കണക്കെടുത്ത് പറഞ്ഞത് ഞാനല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമല്ല. ഈ കണക്ക് കൃത്യമായിട്ട് പുറത്തുവിട്ടുകൊണ്ട് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഒരു ഇസ്ലാം മത നേതാവായിട്ടുള്ള കരമനയുള്ള ഒരു താടിവച്ച ഭീകരനാണ്. അദ്ദേഹം പറയുന്നത് ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തണം. ഇപ്പോൾ നടക്കുന്ന പ്രചരണത്തിൽ വിജയിക്കുമെന്നുള്ള സന്തോഷം കൊണ്ട് വിജയിക്കുമെന്നുള്ള പ്രതീതി ജനിപ്പിക്കുമാറാണ് ഇപ്പോൾ ഈ പ്രചരണം കൊടുമ്പിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 29,000 മുസ്ലിം വോട്ടർമാർ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ മറന്നിട്ട് മതത്തിൻ്റെ പേരിൽ ഒന്നിക്കണം. ആ മതത്തിൻ്റെ പേരിൽ ഒന്നിച്ചിട്ട് കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം. വോട്ട് രേഖപ്പെടുത്തി ഫാസിസ്റ്റ് ശക്തികളെ ദുർബലപ്പെടുത്തണം, പരാജയപ്പെടുത്തണം. ആരാണ് ഈ ഫാസിസ്റ്റ് എന്നുള്ളത് ഇതിനകം തന്നെ നമുക്ക് മനസ്സിലാകും. ആരാണ് ഈ ഫാസിസ്റ്റ്? പറയുന്നത് NDA കക്ഷിയായിട്ടുള്ള NDAക്ക് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി എന്ന മുദ്രകുത്തി NDA സ്ഥാനാർത്ഥിയെ നിയമമണ്ഡലത്തിൽ പരാജയപ്പെടുത്തണം എന്ന് പറയുന്ന ഈ താടിവച്ച ഭീകരന്റെ പ്രസംഗം ഇന്ന് നവമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ ചർച്ചകളും ഇന്ന് കേരളത്തിലില്ല എന്ന് മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ശ്രദ്ധിച്ച മട്ടേയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇത്തരത്തിലുള്ള മത ന്യൂനപക്ഷ വിഭാഗത്തെ സംഘടിതമാക്കിക്കൊണ്ട് മതവികാരം ഉണർത്തിക്കൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രചരണങ്ങളും ഒക്കെ തന്നെ പുരോഗമന കേരളത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായി നാം കൊണ്ടു നടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർജിയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ താടിവച്ച ഭീകരന്റെ പ്രസംഗം വരുന്നു, ആ പ്രസംഗം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അല്ല ഞാൻ സൂചിപ്പിച്ചു വന്നത് എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഫാസിസ്റ്റായിട്ട് മുദ്ര കുത്തപ്പെട്ടത് എന്നുള്ളത് ആദ്യം നാം ഒന്ന് പഠിക്കണ്ടേ. അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ നാടിൻ്റെ ജനതയുടെ, ഭൂരിപക്ഷ ജനതയുടെ ജീവിത രീതിയായിട്ടുള്ള ഹിന്ദു ധർമ്മത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് BJPയുടേത് എന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായിട്ട് ഇയാൾ രംഗത്ത് വരാൻ കാരണം. ഭാരതീയ ജനതാ പാർട്ടി ഒരു ഏകാത്മ മാനവ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഇത് മുഴുവൻ ജനതയെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രത്യയശാസ്ത്രമാണെന്നും ഇത് ജനകീയമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഒക്കെ നിരന്തരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദു ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് എന്ന് കാലയെക്കൂട്ടി വരുത്തി തീർത്തുകൊണ്ട് ഫാസിസ്റ്റായിട്ട് മുദ്ര കുത്തിയിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടുന്നതിലുള്ള അങ്കലാപ്പ് കൊണ്ടല്ല, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെട്ടു പോകും, കേരളത്തിൻ്റെ ഭരണം കിട്ടും എന്നുള്ള ഭയപ്പാട് കൊണ്ടല്ല ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്, സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നത്. കാരണം നാളിതുവരെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭരണത്തിൻ്റെ തണലിൽ നിലനിൽക്കാം എന്നുള്ള പ്രതീക്ഷയിലല്ല ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നതും നിലനിന്നിരുന്നതും. അതുകൊണ്ട് തന്നെ നാളെ ഒരു ഭരണത്തിൻ്റെയും സഹായമില്ലാതെ, ഒരു ഭരണകൂടത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ വരുന്ന പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ആർജവമുള്ള സമൂഹം തന്നെയാണ് കേരളത്തിൻ്റെ ഹൈന്ദവ സമൂഹം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹിന്ദു ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ പാർട്ടി ഒരുപക്ഷെ പരിശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഈ ഫാസിസ്റ്റ് ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുദ്രകുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വീട് പൊളിക്കുവാൻ വേണ്ടിയിട്ട് ആത്യന്തികമായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട്
ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് വീടിൻ്റെ അസ്ഥിവാരം തോണ്ടുക തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് മുഗളന്മാരും ടിപ്പുവും ഒക്കെ ചേർന്ന് നടത്തിയ പടയോട്ടങ്ങളുടെ പരിണിത ഫലം മതപരിവർത്തനം ഒട്ടേറെ നടത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും അന്ന് വാളു കാണിച്ചും ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടും ബലാത്സംഗങ്ങൾ നടത്തിക്കൊണ്ടും മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എങ്കിൽ ഇന്നത്തെ നാടിൻ്റെ വ്യവസ്ഥയ്ക്ക് അധീനമായിട്ട്, അല്ലെങ്കിൽ ഈ നാടിൽ നിലനിൽക്കുന്ന സംഘടിതമായിട്ടുള്ള ഹൈന്ദവ ശേഷിയുടെ ശക്തിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊന്നും നടപ്പിലാവുന്ന കാലഘട്ടമല്ല, അല്ലെങ്കിൽ ഇതൊന്നും നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഇന്ന് ഈ ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളെ ആക്രമിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസങ്ങൾക്കെതിരായിട്ട് പൊതുസമൂഹത്തിൽ സംസാരിക്കാൻ സാധ്യമല്ല. ഇന്ന് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും, സമൂഹത്തെ ലഹരിക്ക് അടിമയാക്കിക്കൊണ്ട് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും, പരസ്യമായിട്ട് ഈ ഒരു കാലത്ത് ടിപ്പു ഒക്കെ നടത്തിയ മാതിരിയുള്ള പ്രത്യക്ഷ ആക്രമണങ്ങളിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് ഈ കൂട്ടർക്ക് സാധ്യമല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടും ഈ ധർമ്മത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ക്ഷാത്രവീര്യമുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു സംഘടനാ സംവിധാനം ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ നാട്ടിൽ ഹൈന്ദവ സംഘടനകളെ, അല്ലെങ്കിൽ ഈ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ, ഇവിടുത്തെ ധാർമ്മികമായിട്ടുള്ള ജനകീയമായിട്ടുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുക, അല്ലെങ്കിൽ ഇതിനെയൊക്കെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള അധിനിവേശം നടത്തി വന്ന ചില പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചില ശത്രു രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ചില ബുദ്ധികളെ നിയന്ത്രിക്കുന്ന ആളുകളുടെ താല്പര്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗ വീഡിയോകളുമായിട്ട് ഇക്കൂട്ടർ രംഗത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് നാളെ നിശബ്ദ പ്രചരണവും കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരും ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികൾ ജീവിക്കുന്ന നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ പൗരാവകാശമായിട്ടുള്ള നമ്മുടെ ഈ വോട്ടവകാശം അത് രേഖപ്പെടുത്തുന്ന സമയത്ത് വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികൾ വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ട്, വളരെ കൃത്യതയോടുകൂടിയിട്ട് നമ്മെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട്, എപ്രകാരമാണോ 29,000 വോട്ട് അവരെണ്ണി വിലപേശി വിലയുറപ്പിക്കുന്നത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട്, മഞ്ചേശ്വരത്ത് എങ്ങനെയാണോ SDP ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് വോട്ട് വച്ചിട്ട് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് വിലപേശുന്നത്, എപ്രകാരമാണോ ഈ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കുന്നത്, ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹിന്ദു സമാജവും ധാർമ്മികമായിട്ട് ഉണർന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ ഉണർന്നില്ലെങ്കിൽ, ഇനിയും ഉണരാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നന്ദി, നമസ്തേ.